ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ലോലി സ്നാക്സ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ലോലി സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 ബ്രെഡ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ എണ്ണ കൂടിയാണ്. അപ്പോൾ ഏത് എണ്ണയായാലും കുഴപ്പമൊന്നുമില്ല. എണ്ണയും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 1 ടീസ്പൂൺ അളവിൽ എണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് മുകളിലൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് നമ്മൾ അങ്ങനെ മാറ്റി വയ്ക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എന്നാൽ ശരി, ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇത്രയും സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ചേർക്കുകയാണ്. സവാളയുടെ കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ്. ആ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് ഒരു വലിയ പീസ് 2-3 പീസ് എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടെടുത്താൽ മതിയാവും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിലും പകരം നമുക്കിതിലേക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. കൂടെ തന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് കൂടി, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമ്മൾ കുരുമുളക് പൊടി ചേർത്തേക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി കൂടിയാണ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ട് കിട്ടും. പകുതിയിലധികം നന്നായിട്ടൊന്ന് വെന്തിട്ട് കിട്ടും. അതായത് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് ക്യാരറ്റിൽ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടിയാണ്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം കൂടി, ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ടില്ല, പകുതി ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത് കൂടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലാക്സ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല. 1 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ നല്ലതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മാവ് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 2 ചപ്പാത്തിയുടെ കനത്തിൽ, അതായത് 2 ചപ്പാത്തിയുടെ മാവിൻ്റെ ആ ഒരു കനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. കഴിയുന്നതും ഒരു സ്ക്വയർ പോലെ റൗണ്ടായിട്ട് പരത്തിയെടുക്കാൻ നിൽക്കേണ്ട, സ്ക്വയർ പോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫില്ലിംഗ് എല്ലാം ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. മല്ലിയിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാവും. ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രത്തോളം വലിയ സൈസിൽ വേണോ ആ ഒരു രീതിയിൽ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം.
അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഓരോ പീസും കയ്യിലെടുത്ത് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും ചെറിയൊരു ഡിസൈനിൽ ഈ ഒരു രീതിയിൽ നമുക്കിത് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഡിസൈനിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം ഫ്രൈ ചെയ്യാൻ രീതിയിൽ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നല്ല ചൂട് ഓയിലിലേക്ക് ഇട്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ലോലി സ്നാക്സ് ആണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് സ്നാക്സ് ആണ്. നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. നല്ലതുപോലെ ഫ്ലെയിം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മാവെല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലോലി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.